റൊമേനിയയിലെ ബ്രാസോവ് നഗരത്തിലുള്ള ബ്രാസോവ് ഹോട്ടലിൽ നിന്നും രാവിലെ തെരുവിലേക്കിറങ്ങിയിരിക്കുകയാണ് ഞാൻ. രാത്രിയിൽ നല്ലൊരു മഴ പെയ്തിരിക്കുന്നു. നേരം 5:15 ഉള്ളൂ. തെരുവിലെങ്ങും ഒരു മനുഷ്യരുമില്ല. ഇടത്തെരുവുകളെല്ലാം മുനിഞ്ഞുകത്തുന്ന തെരുവുവിളക്കുകളുടെ പ്രകാശത്തിൽ ഉറക്കച്ചടവോടെ കിടക്കുന്നു. 6 മണിക്കുള്ള ഒരു ട്രെയിൻ പിടിക്കുന്നതിനായി റെയിൽവേ സ്റ്റേഷൻ ലക്ഷ്യമാക്കിയാണ് എൻ്റെ നടത്തം. പല ജംഗ്ഷനുകൾ കടന്നു പോകണം. എത്ര ദൂരം നടക്കാനുണ്ടെന്ന് അറിയില്ല. ചിലയിടത്ത് വലിയ ഉദ്യാനങ്ങൾ. ഇരുൾ നിറഞ്ഞ വിജനമായ ഈ വഴിയിലൂടെ ഇങ്ങനെ നടക്കുമ്പോൾ ഭയമുണ്ടോ എന്ന് ചോദിച്ചേക്കാം. അന്യനാടാണ്. പക്ഷേ ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല എന്ന ചിന്തയോടെ അങ്ങനെ നടന്നു. 2 കിലോമീറ്ററോളം നടന്നു കാണും. റെയിൽവേ സ്റ്റേഷന്റെ മുന്നിലെത്തിയിരിക്കുന്നു. ഇവിടെ ആളനക്കമുണ്ട്. മഞ്ഞുകാലത്തിന്റെ പുലർച്ചെ ഇത്തരം നാടുകളിലെല്ലാം കാഴ്ചകൾ ഇതുതന്നെയായിരിക്കും. 8 മണിയെങ്കിലുമാവും ഇരുട്ട് വിട്ടകലാൻ. അല്പം താമസിച്ചു പോയോ എന്നെനിക്കൊരു സംശയമുണ്ട്. 6 മണിക്കാണ് ട്രെയിനെന്നറിയാം. 2-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ ട്രെയിൻ എത്തുമെന്ന് കണ്ടു. സിബിയു എന്ന സ്ഥലത്തേക്കാണ് എനിക്ക് പോകേണ്ടത്. ടിക്കറ്റ് ബുക്ക് ചെയ്തിരിക്കുന്ന ട്രെയിനിന്റെ അവസാന സ്റ്റോപ്പ് അതല്ല. സിബിയു വഴി കടന്നു പോകുന്ന ട്രെയിനാണെന്ന് മാത്രം. സബ്വേയിലൂടെ ഞാൻ 2-ാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്ക് നടക്കുകയാണ്. ഏതോ ട്രെയിൻ വന്നിട്ടുണ്ട്. കുറേ ആളുകൾ അതിൽ നിന്നിറങ്ങി സ്റ്റേഷന്റെ മെയിൻ എൻട്രൻസിലേക്ക് നടക്കുന്നു. 2-ാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്കുള്ള പടിക്കെട്ട് ഇതാണ്. അതിലൂടെ മുകളിലേക്ക് കയറി. 2-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ ഇങ്ങനെ ഒരു വണ്ടി കിടപ്പുണ്ട്. തൊട്ടപ്പുറം ഇതേ പ്ലാറ്റ്ഫോമിൽ തന്നെ മറ്റൊരു വണ്ടിയുമുണ്ട്. ആശയക്കുഴപ്പമായി. ഏത് വണ്ടിയിലാണ് കയറേണ്ടതെന്ന് അറിയണമല്ലോ. പ്ലാറ്റ്ഫോമിൽ കണ്ട ഒരാളോട് ചോദിച്ച് ഇതാണ് വണ്ടി എന്ന് മനസ്സിലാക്കി. നേരം 5:45 ആയിട്ടുണ്ട്. ബുക്ക് ചെയ്തിരിക്കുന്നത് സെക്കൻഡ് ക്ലാസ് ബോഗിയിലെ സീറ്റാണ്. അത് കണ്ടുപിടിച്ച് കയറി. കുറച്ച് ആളുകൾ കൂടിയുണ്ട്. കനത്ത ജാക്കറ്റ് അണിഞ്ഞ് അങ്ങനെ പോകുന്നു. ബോഗിയിൽ തിരക്കില്ലെങ്കിൽ സീറ്റ് നമ്പർ സംബന്ധിച്ച നിർബന്ധമൊന്നുമില്ലെന്നും ഏത് സീറ്റിൽ വേണമെങ്കിലും ഇരിക്കാമെന്നും ഇന്നലത്തെ യാത്രയിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അതിനാൽ ആൾത്തിരക്കില്ലാത്ത ഒരിടത്ത് വൃത്തിയുള്ള ജാലകച്ചില്ലുള്ളിടത്ത് സ്ഥാനം പിടിച്ചു. അടുത്ത പ്ലാറ്റ്ഫോമിലേക്ക് ഒരു ട്രെയിൻ വന്നെത്തുന്നു. ആളുകൾ ഓരോരുത്തരായി വന്ന് കയറിക്കൊണ്ടിരിക്കുന്നു. സീറ്റ് കണ്ടുപിടിച്ചാലുടൻ ആദ്യ പരിപാടി ജാക്കറ്റ് അഴിച്ചു തൂക്കുകയാണ്. ഇവിടുത്തെ ട്രെയിനുകളിലെല്ലാം യാത്രികർക്ക് ജാക്കറ്റ് തൂക്കിയിടാനുള്ള കൊളുത്തുകളുണ്ട്. അതിൽ ജാക്കറ്റ് തൂക്കി അവനവന്റെ സീറ്റ് പിടിക്കുന്നു. ബ്രാസോവ് സ്റ്റേഷനിൽ നിന്നും വണ്ടി പുറപ്പെടുകയായി. സിബിയു പട്ടണത്തിലേക്കുള്ള എൻ്റെ യാത്ര തുടങ്ങിയിരിക്കുന്നു. റൊമേനിയയിലെ ഒരു സാംസ്കാരിക നഗരമാണ് സിബിയു. അതിന് സമീപമുള്ള ഗ്രാമങ്ങളും ക്യാമറയിലാക്കണമെന്ന ലക്ഷ്യത്തോടെയാണ് എൻ്റെ ഈ യാത്ര. പുറത്ത് ബ്രാസോവ് നഗരം ഉണർന്നിട്ടില്ല. കൂരിരുട്ട്. തെരുവു വിളക്കുകളുടെ ചെറിയൊരു വട്ടത്തിൽ മാത്രമേയുള്ളൂ വെളിച്ചത്തിൻ്റെ തുരുത്ത്. അപ്പാർട്ട്മെൻറ്റുകളിലെ മുറികളിൽ പോലും അപൂർവമായി മാത്രമേ വിളക്ക് തെളിഞ്ഞിട്ടുള്ളൂ. 8 മണി കഴിയാതെ വെളിച്ചം പരക്കില്ല. അതുകൊണ്ട് തന്നെ ആളുകൾ ഉണരാനും വൈകും. പട്ടണം വിട്ടതോടെ പുറത്ത് ഇരുട്ടു മാത്രമായി. അതിനാൽ അകത്തെ വിരസമായ കാഴ്ചകളിൽ ഞാൻ സമയം കൊല്ലുകയാണ്. ബോഗിയിലാകട്ടെ സീറ്റുകൾ മിക്കതും ഒഴിഞ്ഞുകിടക്കുന്നു. കയറി വന്ന 1-2 പേർ ഏതോ മൂലയിലെ സീറ്റിൽ ചടഞ്ഞുകിടന്ന് ഉറങ്ങുകയാവും. കുറേ നേരം കഴിഞ്ഞപ്പോഴേക്കും പുറത്ത് പുലർവെട്ടം പരന്നു തുടങ്ങി. ഇപ്പോൾ ട്രെയിൻ ഏതാണ്ട് 1.5 മണിക്കൂർ ഓടിക്കഴിഞ്ഞു. ഇവിടെയൊക്കെ ഫാക്ടറി കെട്ടിടങ്ങൾ പോലുള്ള ധാരാളം ഗോഡൌണുകൾ കാണാം. കമ്മ്യൂണിസ്റ്റ് കാലത്ത് കളക്റ്റീവ് ഫാമിങ്ങിലൂടെ ഉൽപ്പാദിപ്പിക്കുന്ന ധാന്യം ശേഖരിച്ചു വച്ചിരുന്ന നീളൻ കെട്ടിടങ്ങൾ. ഏതാണ് ഈ സ്ഥലമെന്നൊന്നും മനസ്സിലാവുന്നില്ല. പുറത്ത് ഏതെങ്കിലും ഒരു സൂചനാ ബോർഡ് കണ്ടെത്താൻ ഞാനൊരു ശ്രമം നടത്തി. മങ്ങിയ വെളിച്ചത്തിൽ അതൊന്നും കാണുന്നില്ല. മൂടൽമഞ്ഞാണ് എല്ലായിടത്തും. അതുകൊണ്ട് തന്നെ പ്രകൃതി ദൃശ്യങ്ങൾക്കുമില്ല മിഴിവ്.
നിരന്ന പ്രദേശങ്ങളാണ്. വളവും തിരിവുമുള്ള പാതകളിലൂടെയാണ് ട്രെയിൻ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. വണ്ടി ചെറുതായി ചെരിയുന്നതിൽ നിന്ന് അത് മനസ്സിലാവും. സൂര്യൻ ഉദിച്ചിരുന്നെങ്കിൽ എന്നാശിച്ചുകൊണ്ടാണ് ഞാൻ ഇരിക്കുന്നത്. ട്രെയിൻ ഒരു പട്ടണത്തിലേക്ക് എത്തുകയാണ്. മന്ദ്ര ഓൾഡ് ലൂയി എന്നൊരു പട്ടണം. ഈ ട്രെയിൻ യാത്രയിൽ ഞാൻ ഇന്ന് ആദ്യമായി കാണുന്ന പട്ടണമാണിത്. ഇതിനിടെ പല പട്ടണങ്ങളും ട്രെയിൻ പിന്നിട്ട് കഴിഞ്ഞു. പക്ഷേ ഇരുട്ടായിരുന്നതിനാൽ അതൊന്നും ക്യാമറയിലാക്കാനായിരുന്നില്ല. ബ്രാസോവ് കൗണ്ടിയിലെ 5 ഗ്രാമങ്ങളുടെ കേന്ദ്രസ്ഥാനമാണ് മന്ദ്ര ഓൾഡ് ലൂയി. ഓരോ റീജിയനുകളുടെയും വികസനത്തിനായി 2000 ആണ്ടിന് ശേഷം റൊമേനിയയിൽ മൈക്രോ ഡെവലപ്മെന്റ് പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. അതിൽ ബ്രാസോവ് കൗണ്ടിയിലുള്ള 7 പ്രോജക്ട് സൈറ്റുകളിലൊന്നാണ് മന്ദ്ര. ട്രെയിൻ പടിഞ്ഞാറ് ദിശയിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ബുക്കാറസ്റ്റിൽ നിന്നും വടക്കോട്ട് യാത്ര ചെയ്താണ് ബ്രാസോവ് പട്ടണത്തിലേക്ക് എത്തിയതെങ്കിൽ അവിടെ നിന്നും പടിഞ്ഞാറോട്ടാണ് ഇപ്പോഴത്തെ യാത്ര. ഇപ്പോൾ പുറത്ത് കാണുന്നത് ഫഗ്രാസ് എന്ന പട്ടണമാണ്. ബ്രാസോവ് കൗണ്ടിയിലെ പ്രമുഖമായൊരു പട്ടണമാണ് ഫഗ്രാസ്. 13-ാം നൂറ്റാണ്ടിൽ ട്യൂട്ടോണിക് പ്രഭുക്കന്മാരുടെ ഒരു ശക്തി കേന്ദ്രമായിരുന്നു ഈ പ്രദേശമെന്ന് പുരാവൃത്തം. പിന്നീട് ഇവിടം ഹംഗറിയുടെ അധീനതയിൽ വന്നു. അക്കാലത്ത് നിർമ്മിച്ച ഒരു കാസിൽ ഇപ്പോഴും ഫഗ്രാസിലുണ്ട്. കമ്മ്യൂണിസ്റ്റുകൾ റൊമേനിയയുടെ ഭരണം പിടിച്ചെടുക്കുന്നതുവരെയും വലിയൊരു വ്യവസായ കേന്ദ്രവും കാർഷിക മേഖലയുമായിരുന്നു ഫഗ്രാസ്. ഇപ്പോൾ ട്രാൻസിൽവേനിയ മേഖലയിലെ ഏറ്റവും ദരിദ്രമായ മുനിസിപ്പാലിറ്റികളിലൊന്നാണ് ഫഗ്രാസ്. ട്രെയിൻ ഫഗ്രാസിന്റെ സ്റ്റേഷനിൽ എത്തിനിന്നു. മറുഭാഗത്താണ് പ്ലാറ്റ്ഫോം. ചെറിയ സ്റ്റേഷനാണ്. 1-2 പേർ കയറി വന്ന് തങ്ങളുടെ സീറ്റ് പിടിച്ചു. വണ്ടി വീണ്ടും ഓടിത്തുടങ്ങി. പുറത്തെ വിരസമായ കാഴ്ചകളിൽ മുഴുകിയിരിക്കുമ്പോൾ റൊമേനിയയിലേക്ക് കമ്മ്യൂണിസം എത്തിയ ദിനങ്ങളെക്കുറിച്ചാണ് എൻ്റെ ചിന്ത. രാജഭരണത്തിൽ ജനം അസംതൃപ്തി പൂണ്ടിരിക്കവെയാണ് സോവിയറ്റ് യൂണിയനിൽ നിന്നും കമ്മ്യൂണിസത്തിന്റെ കാറ്റ് റൊമേനിയയിലേക്ക് വീശുന്നത്. 2-ാം ലോകമഹായുദ്ധത്തിൽ ആദ്യകാലത്ത് റൊമേനിയ നാസി ജർമ്മനിക്കൊപ്പമായിരുന്നു. അക്കാലത്ത് നാസിപ്പടയുടെ നിരവധി യൂണിറ്റുകൾ റൊമേനിയയിൽ തമ്പടിക്കുകയും ചെയ്തു. എന്നാൽ 1944-ൽ യുദ്ധത്തിന്റെ ഗതി മാറി. രാജാവിൽ നിന്ന് പ്രധാനമന്ത്രി ഭരണനിയന്ത്രണം പിടിക്കുകയും സോവിയറ്റ് യൂണിയന്റെ പക്ഷം ചേർന്ന് ജർമ്മനിക്കെതിരെ തിരിയുകയും ചെയ്തു. അങ്ങനെയാണ് സോവിയറ്റ് സ്വാധീനം ഇവിടെ ശക്തമാകുന്നത്. ഇപ്പോൾ ബിക്ലിയാൻ എന്നൊരു പ്രദേശത്തുകൂടിയാണ് ട്രെയിൻ പോകുന്നത്. 10,500 ആളുകൾ വസിക്കുന്ന പ്രദേശമാണ് ബിക്ലിയാൻ. ജനസംഖ്യയുടെ 15% ഹംഗറിക്കാരാണ് എന്നൊരു പ്രത്യേകതയുമുണ്ട്. മരച്ചാർത്തുകൾക്കപ്പുറം സൂര്യനെ കണ്ടു തുടങ്ങിയിരിക്കുന്നു. ഇന്നലെയും ഈ വിധത്തിൽ പ്രഭാതത്തിൽ ഒന്ന് മുഖം കാട്ടി സൂര്യൻ എന്നെ കൊതിപ്പിച്ചതാണ്. എന്നാൽ അല്പനേരം കഴിഞ്ഞപ്പോഴേക്കും മേഘമേലാപ്പിന് പിന്നിലേക്ക് മറഞ്ഞു പോവുകയും ചെയ്തു. ഈ ഗ്രാമങ്ങളെല്ലാം വെയിലിൽ ചിത്രീകരിക്കാനായിരുന്നെങ്കിൽ എന്ന് ഞാൻ കൊതിച്ചു പോവുകയാണ്. വൊയ്ല എന്ന സ്ഥലമാണ് ഇത്. വൊയ്ല ഒരു ചെറുപട്ടണമാണ്. ഫഗ്രാസിൽ നിന്നോ മറ്റോ ട്രെയിനിൽ കയറിയ 2 പേർ ഇപ്പോഴാണ് സീറ്റ് കണ്ടെത്തുന്നത്. വലിയ പെട്ടിയും വലിച്ചിഴച്ച് മറ്റേതോ ബോഗിയിൽ നിന്നുമാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. സോവിയറ്റ് യൂണിയനെ ആശ്രയിച്ചും ഒട്ടൊക്കെ അനുകരിച്ചുമാണ് ആദ്യനാളുകളിൽ റൊമേനിയയിലും കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് ഭരണം നടത്തിയിരുന്നത്. നാസികളുമായി സൗഹൃദത്തിലായിരുന്ന കാലത്ത് ഇവിടെ തമ്പടിച്ചിരുന്ന ജർമ്മൻ സൈന്യത്തെ രാജ്യത്തു നിന്നും തുരത്തുക എന്നത് 2-ാം ലോകമഹായുദ്ധകാലത്ത് റൊമേനിയയ്ക്ക് എളുപ്പമായിരുന്നില്ല. അങ്ങനെ ആ ദൗത്യത്തിൽ അവരെ സഹായിക്കാനായി സോവിയറ്റ് ചെമ്പടയെത്തി. ദൗത്യത്തിൽ അവർ വിജയിച്ചെങ്കിലും 1950 വരെ ചെമ്പട ഇവിടെ തങ്ങി. ആ സൈനിക ശക്തിയുടെ തണലിലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി റൊമേനിയയിൽ ശക്തിയാർജിച്ചത്. പുറത്ത് കാർഷിക പ്രദേശങ്ങളാണ് കാഴ്ച. ഉസിയ എന്ന പ്രദേശത്തുകൂടിയാണ് ഇപ്പോൾ യാത്ര. 4 കാർഷിക ഗ്രാമങ്ങളുടെ ഒരു കമ്മ്യൂണാണ് ഉസിയ. ഗ്രാമക്കാഴ്ചകളിലൂടെ നല്ല വേഗത്തിൽ ട്രെയിൻ നീങ്ങുകയാണ്. തെല്ല് ചന്തമുള്ള ഗ്രാമങ്ങൾ തന്നെയാണ്. വേനൽക്കാലത്താണ് ഈ യാത്രയെങ്കിൽ പ്രകൃതിയെ അതിൻ്റെ എല്ലാ പൊലിമയോടും കൂടി പകർത്തിയെടുക്കാനാകുമായിരുന്നെന്ന് എനിക്ക് തോന്നി. അർപ്പാസ് എന്ന പ്രദേശമാണ് ഇത്.
കാർഷിക പ്രദേശമാണ് അർപാസും. ഇന്നിത് ഒരു സുഖവാസ കേന്ദ്രം കൂടിയാണ്. കമ്മ്യൂണിസ്റ്റ് കാലത്തിനു ശേഷം പൂട്ടിപ്പോയ ഒട്ടേറെ ഫാക്ടറികൾ ഈ മേഖലയിലെല്ലാം കാണാം. സോവിയറ്റ് യൂണിയന്റെ തകർച്ചയാണ് റൊമേനിയയിലെ വ്യവസായങ്ങളെയും തകർത്തതെന്ന് പറയാം. സോവിയറ്റ് രാജ്യങ്ങളിലേക്കുള്ള ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണത്തിനുള്ള ഫാക്ടറികളായിരുന്നു അതെന്നതാണ് കാരണം. കാർട്ട എന്ന ഗ്രാമമാണിത്. സോവിയറ്റ് യൂണിയനുമായുള്ള കച്ചവടങ്ങളൊന്നും ലാഭകരമാവില്ലെന്ന് 1950കളിൽ തന്നെ റൊമേനിയയിലെ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ മനസ്സിലാക്കിയിരുന്നു എന്നതാണ് പ്രധാന കാര്യം. അക്കാരണം കൊണ്ട് തന്നെ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ആദ്യകാലം മുതലേ ഒരു സോവിയറ്റ് വിരുദ്ധചേരിയും രൂപപ്പെട്ടിരുന്നു. ഓൾട്ട് എന്ന നദിയാണ് ഇത്. കാർപാത്യൻ മലനിരകളിൽ നിന്ന് ഒഴുകി വരുന്ന നദി. നദി കടന്നാൽ ഉടനെ ഹോഡു ഓൾട്ട് എന്ന ഗ്രാമത്തിലേക്കെത്തുന്നു. ജർമ്മൻ വംശജർ കൂടുതലുള്ള ഗ്രാമമാണിത്. ഹോഡു ഓൾട്ടിന്റെ പ്രാന്തങ്ങളിൽ പുൽമേടുകളും ആപ്പിൾ തോട്ടങ്ങളുമെല്ലാം കാണുന്നു. മലഞ്ചെരുവിലേക്ക് പടർന്നു കയറുന്ന വനം. ഇതുവരെ കണ്ടതിൽ നിന്നും തെല്ലൊരു വ്യത്യസ്തതയാർന്ന പ്രകൃതിയാണിവിടെ. ഇന്ത്യയിലെ 13 സംസ്ഥാനങ്ങളിലൂടെയുള്ള സഞ്ചാരം ഇപ്പോൾ പെൻഡ്രൈവിൽ ലഭിക്കുന്നു. ചരിത്രവും ഐതിഹ്യങ്ങളും യഥാർത്ഥ ജീവിതവും ഒത്തുചേരുന്ന ഇന്ത്യൻ കാഴ്ചകളുടെ ഈ അസുലഭ ശേഖരം സ്വന്തമാക്കാൻ 99544422 എന്ന നമ്പറിലേക്ക് ഇന്ത്യ എന്ന് SMS ചെയ്യൂ. ഒരു ഭാഗത്തുകൂടി ഓൾട്ട് നദി ഒഴുകുന്നു. ഇവിടെ കുറെ ദൂരം ഈ നദിയുടെ ഓരം ചേർന്നാണ് ട്രെയിൻ പോവുക. നദി ഒഴുകുന്ന ഭാഗം ഏകദേശം സമതലമായിരിക്കുമെന്നതു തന്നെയാവാം അതിന്റെ തീരത്തുകൂടി റെയിൽവേ ലൈൻ പണിയുന്നതിനുള്ള കാരണം. റൊമേനിയയിൽ കൂടി മാത്രം ഒഴുകുന്ന ഏറ്റവും നീളമുള്ള നദിയാണ് ഓൾട്ട്. മനോഹരമാണ് നദീപുളിനം. വെയിൽ കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഈ പ്രകൃതി എന്റെ ക്യാമറയ്ക്ക് നല്ലൊരു വിരുന്നു തന്നെയാവുമായിരുന്നു. ടൂറിസത്തിനു വേണ്ടി ഈ പ്രദേശങ്ങളെയെല്ലാം റൊമേനിയ ഉപയോഗിച്ചു തുടങ്ങുന്നതേയുള്ളൂ എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. കമ്മ്യൂണിസ്റ്റ് ഭരണകാലത്ത് റൊമേനിയയിൽ ടൂറിസം ഉണ്ടായിരുന്നില്ല. സോവിയറ്റ് രഹസ്യ പോലീസിന്റെയും ചെമ്പടയുടെയും സംവിധാനത്തിൽ രാഷ്ട്രീയ എതിരാളികളെ വകവരുത്തിയാണ് റൊമേനിയൻ കമ്മ്യൂണിസ്റ്റുകൾ ഇന്നാട്ടിൽ അധികാരം പിടിച്ചത്. താൽമാഷിയു എന്ന സ്ഥലമാണ് ഇത്. 18ാം നൂറ്റാണ്ടിൽ പ്രാമാണ്യമുള്ളൊരു പ്രദേശമായിരുന്നു താൽമാഷിയു. എന്നാൽ ഇപ്പോൾ ആ പെരുമയൊന്നുമില്ല. ഓടുമേഞ്ഞ ഒറ്റനില വീടുകൾ. അവയുടെ ഒന്നും ചുവരുകൾ പ്ലാസ്റ്റർ ചെയ്തിട്ടില്ല. ചില വീടുകളുടെ മേൽക്കൂര തകർന്നു കിടക്കുന്നതും കാണാം. ദരിദ്ര രാജ്യത്തിന്റെ കാഴ്ച തന്നെയാണിത്. ഓൾട്ട് നദിയെ ഒരിക്കൽ കൂടി മുറിച്ചു കടക്കുന്നു. ഒട്ടും പൊലിമയില്ലാത്ത പട്ടണങ്ങൾ. മിക്ക കെട്ടിടങ്ങളും പാതി വഴിയിൽ നിർമ്മാണം നിലച്ചുപോയതാണോ എന്ന് തോന്നും. റൊമേനിയയുടെ ഉൾനാടുകളിലേക്ക് എത്തുമ്പോൾ യൂറോപ്യൻ യൂണിയനിൽപ്പെട്ട ഒരു രാജ്യം തന്നെയാണോ ഇതെന്ന് സംശയിച്ചു പോകും. അത്രയ്ക്ക് ശോചനീയമാണ് പല കാഴ്ചകളും. ബാനറും പോസ്റ്ററും വലിയ ഫ്ലെക്സ് ബോർഡും ഒന്നും ഇല്ലെന്നത് മാത്രമാണ് ഒരാശ്വാസം. ഉൾഗ്രാമങ്ങളിൽ മിക്കയിടത്തും ഒരു ഹൈവേ മാത്രമേ ടാർ ചെയ്തതായി ഉണ്ടാവൂ. മറ്റെല്ലാം മൺ റോഡുകളാണ്. പണ്ട് ട്രാൻസിൽവേനിയയ്ക്കും വലാക്കിയയ്ക്കുമിടയിലെ വാണിജ്യപാതയിലെ ഒരു പ്രധാന പോയിന്റായിരുന്നു താൽമാഷിയു. ചരിത്രത്തിൽ ഇടം നേടിയ 3 യുദ്ധങ്ങളുടെ വേദി കൂടിയായിരുന്നു ഇവിടം. 1599 സെലിംബാർ യുദ്ധം, 1848 ചക്രവർത്തിയുടെ സൈന്യവും ഹംഗേറിയൻ സൈന്യത്തിലെ ജനറൽ ബേമിന്റെ സൈന്യവുമായുള്ള ഏറ്റുമുട്ടൽ, 1916 സിബിയു യുദ്ധം എന്നിവയാണത്. ഇക്കാണുന്നതാണ് ഇന്നത്തെ ഉൾനാടൻ റൊമേനിയയുടെ ജീവിതാവസ്ഥ. ഒട്ടും സമ്പന്നമല്ല. വൃത്തിയും ഭംഗിയുമില്ല. ചെത്തിവെടുപ്പാക്കിയ മുറ്റം പോലുമില്ലാത്ത വീടുകൾ. കമ്മ്യൂണിസ്റ്റ് ഭരണകാലത്ത് വലിയൊരു വ്യാവസായിക കേന്ദ്രമായി താൽമാഷിയുവിനെ വളർത്താൻ ഗവൺമെന്റ് ശ്രമിച്ചിരുന്നു. സോവിയറ്റ് സാങ്കേതികവിദ്യ ഉപയോഗിച്ച് പ്രവർത്തിച്ചിരുന്ന ആ ഫാക്ടറികളുടെയെല്ലാം അവസ്ഥ ശോചനീയമായി ദശകങ്ങളോളം തുടർന്നു. കമ്മ്യൂണിസ്റ്റ് കാലം അവസാനിച്ചതോടെ ഫാക്ടറികൾ ഒന്നൊന്നായി അടച്ചുപൂട്ടി. ഇപ്പോൾ നൂൽ നിർമ്മാണം, ടെക്സ്റ്റൈൽസ് എന്നിവയിൽ കേന്ദ്രീകരിച്ചിരിക്കുന്ന ഏതാനും പുതിയ വൻകിട ഫാക്ടറികൾ ഇവിടെയുണ്ട്. റൊമേനിയയിലെ ഏറ്റവും പ്രമുഖ കുപ്പിവെള്ള ബ്രാൻഡായ ഫാൻഡാനയുടെ ബോട്ടിലിംഗ് പ്ലാന്റും ഇവിടെയാണ്. കമ്മ്യൂണിസത്തിനു ശേഷമുള്ള പ്രതാപത്തോടെ എന്നവണ്ണം തല ഉയർത്തി നിൽക്കുന്ന ഒരു പള്ളി.
അതിനു മുന്നിൽ വലിയൊരു സെമിത്തേരിയുമുണ്ട്. താൽമാഷിയു വിശാലമായൊരു പട്ടണം തന്നെയാണ്. 7000 ഇവിടുത്തെ ജനസംഖ്യ. 15-ാം നൂറ്റാണ്ടിൽ 6 സെറ്റിൽമെന്റുകളുടെ ഭരണകേന്ദ്രമായിരുന്നു താൽമാഷിയു. 1453 തലസ്ഥാനം സിബിയുയിലേക്ക് മാറ്റിയതോടെയാണ് ആ പ്രൗഢി നഷ്ടമായത്. ട്രെയിനിന്റെ വേഗം കുറഞ്ഞിരിക്കുന്നു. താൽമാഷിയു റെയിൽവേ സ്റ്റേഷനാണ് ഇത്. ഒരു പഴഞ്ചൻ റെയിൽവേ സ്റ്റേഷൻ. സ്റ്റേഷൻ പരിസരത്ത് മുൻപ് പ്രമുഖമായ ചില വ്യവസായശാലകൾ ഉണ്ടായിരുന്നതാണ്. അതെല്ലാം തകർന്നടിഞ്ഞിരിക്കുന്നു. ചിലത് പൊളിച്ചടുക്കി വെച്ചിരിക്കുന്നതും കാണാം. കമ്മ്യൂണിസം തകർന്നതിന് ശേഷമുള്ള ഒരു നാടിന്റെ കാഴ്ചയാണിത്. റൊമേനിയയിൽ മാത്രമല്ല, സോവിയറ്റ് യൂണിയന്റെ ഭാഗമായിരുന്ന പല രാജ്യങ്ങളിലും ഇത്തരത്തിലുള്ള കാഴ്ചകളുണ്ട്. സ്ഥിതിസമത്വത്തിനും പുരോഗതിക്കും വേണ്ടി തയ്യാറാക്കിയ ഒരു പ്രത്യയശാസ്ത്രം നടപ്പാക്കുന്നതിൽ വന്ന പാളിച്ച കൊണ്ടുള്ള ദുരവസ്ഥകളാണ് നാം ഇവിടെയെല്ലാം കാണുന്നത്. 2 തലമുറകളുടെ ജീവിതമാണ് ഇതിനിടയിൽ തകർന്നടിഞ്ഞു പോയത്. കുതിര വലിക്കുന്ന മരവണ്ടിയിൽ കൃഷിയിടത്തിലൂടെ നീങ്ങുന്ന ഒരാൾ. വെസ്റ്റം എന്ന ചെറുപട്ടണമാണ് കൃഷിയിടത്തിനപ്പുറം അക്കാണുന്നത്. പുല്ല് വളർത്തുന്ന മേടാണ് ഇത്. അരിഞ്ഞെടുത്ത പുല്ല് ചുരുളുകളാക്കി വെച്ചിരിക്കുന്നു. റഷ്യയിൽ നിന്നും കൊണ്ടുവന്ന ഉരുക്ക് നിർമ്മിതികളാണ് ഇവിടെയെല്ലാം വലിയ കെട്ടിടങ്ങളുടെ നിർമ്മാണത്തിന് ഉപയോഗിച്ചിരുന്നത്. പുൽമേട്ടിൽ ചെമ്മരിയാടും പശുവും മേയുന്നുണ്ട്. സിബിയു പട്ടണത്തിൽ ജോലി ചെയ്യുന്ന ധാരാളം ആളുകൾ പാർക്കുന്ന ഒരു പ്രദേശമാണ് വെസ്റ്റം. ചെറിയ വ്യവസായശാലകളൊക്കെ കാണുന്നുണ്ട്. പട്ടണത്തിന്റെ തൊട്ടുമുകളിലൂടെ വളരെ സാവധാനം ട്രെയിൻ നീങ്ങുമ്പോൾ വീടുകളും കൃഷിയിടങ്ങളുമെല്ലാം ആകാശത്ത് നിന്നോണം കാണാനാവുന്നു. ഓടിട്ട വീടുകൾ മാത്രം. അതുതന്നെ ഒരു നിലയിൽ കൂടുതലുള്ളവ വളരെ വിരളം. ചെറിയ കൃഷിയിടങ്ങൾ. പള്ളി തന്നെയാണ് ഇവിടെയും ഏറ്റവും ഉയരമുള്ള നിർമ്മിതി. അതിനു സമീപം വിശാലമായ സെമിത്തേരി. ഇതാണ് റൊമേനിയയുടെ ഉൾഗ്രാമം. ഒരു ട്രെയിൻ യാത്രയിലൂടെ മാത്രമേ ഇതെല്ലാം ഇത്ര വിശദമായി പകർത്തിയെടുക്കാനാവൂ. സിബിയു ലക്ഷ്യമാക്കി ട്രെയിൻ ഓടിക്കൊണ്ടിരിക്കുകയാണ്. സെലിംബാർ എന്ന പ്രദേശമാണ് ഇത്. സിബിയു കൗണ്ടിയിലെ ചെറിയൊരു കമ്മ്യൂണാണ് സെലിംബാർ. 16-ാം നൂറ്റാണ്ടിൽ ഹംഗേറിയൻ സൈന്യവും വലാക്കിയൻ സൈന്യവും തമ്മിൽ ദിവസങ്ങൾ നീണ്ട യുദ്ധം നടന്ന പ്രദേശമാണിത്. ട്രെയിൻ സിബിയുവിനോട് അടുക്കുകയാണ്. നേരത്തെ അല്പനേരം ദൃശ്യമായ സൂര്യൻ ഇപ്പോൾ മൂടൽമഞ്ഞിനാൽ മറഞ്ഞിരിക്കുന്നു. സിബിയു പട്ടണത്തിന്റെ പ്രാന്തഭാഗത്തെ ജനവാസ മേഖലയാണിത്. സെലിംബാർ പട്ടണവും സിബിയുവും ഒന്നായിയാണ് നിലകൊള്ളുന്നത്. ഭരണപരമായി മാത്രമേ അവ രണ്ടായി വേർതിരിക്കപ്പെട്ടിട്ടുള്ളൂ. അടുത്ത സ്റ്റേഷനിൽ എനിക്കിറങ്ങണം. ബ്രാസോവിൽ നിന്നും യാത്ര തുടങ്ങിയിട്ട് 2.5 മണിക്കൂർ കഴിഞ്ഞു. ബോഗിയിൽ അവശേഷിക്കുന്നവരും ഇവിടെ തന്നെയാണ് ഇറങ്ങുന്നതെന്ന് തോന്നുന്നു. സിബിയു സ്റ്റേഷനിലേക്ക് എത്തുന്നതോടെ കുറേയേറെ ട്രാക്കുകൾ കാണുന്നു. സാമാന്യം വലിയൊരു റെയിൽവേ സ്റ്റേഷനാണ് ഇവിടുത്തേത്. സിബിയുവിൽ ഇറങ്ങി ഇവിടുത്തെ ചില ഗ്രാമങ്ങളിലേക്ക് പോകണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഇന്റർനെറ്റിൽ നിന്ന് സന്ദർശിക്കേണ്ട ചില ഗ്രാമങ്ങളെക്കുറിച്ചെല്ലാം മനസ്സിലാക്കി വെച്ചിട്ടുമുണ്ട്. സ്റ്റേഷന് സമീപത്തു നിന്നും ഒരു ടാക്സി സംഘടിപ്പിച്ച് കൂലി പറഞ്ഞുറപ്പിച്ച് ഗ്രാമങ്ങളിലെ ജീവിതക്കാഴ്ചകൾ തേടിയിറങ്ങണം. വണ്ടി സിബിയു സ്റ്റേഷന്റെ പ്ലാറ്റ്ഫോമിലേക്ക് എത്തുകയാണ്. വണ്ടി നിർത്തുമ്പോൾ തന്നെ ആളുകൾ ചാടിക്കയറുന്നു. ഞാൻ പ്ലാറ്റ്ഫോമിലേക്ക് ഇറങ്ങി. ടിക്കറ്റ് എക്സാമിനറുമുണ്ട് പ്ലാറ്റ്ഫോമിൽ. സിബിയു സ്റ്റേഷനിൽ 2 മിനിറ്റേ നിർത്തിയുള്ളൂ. വണ്ടി വീണ്ടും യാത്ര തുടരുകയാണ്. ആകെ 3 ബോഗികളേ ഉള്ളൂ. അതുതന്നെ ഒന്ന് കഴുകിയിടുന്ന പരിപാടി ഇവർക്കില്ലെന്ന് തോന്നും. വണ്ടി പോയി കഴിഞ്ഞപ്പോഴാണ് സ്റ്റേഷന്റെ മെയിൻ ബിൽഡിംഗ് കാണുന്നത്. ഭൂഗർഭ വഴിയിലൂടെയാണ് അവിടേക്ക് എത്തേണ്ടത്. പക്ഷേ ആ വഴിയിൽ എന്തെല്ലാമോ പണികൾ നടക്കുകയാണ്. അതുകൊണ്ടാവാം ആളുകൾ പാളം മുറിച്ചു കടന്നാണ് പോകുന്നത്. 3-4 പേരെ ഇവിടെ ഇറങ്ങിയിട്ടുള്ളൂ. സ്റ്റേഷന്റെ മെയിൻ ബിൽഡിംഗ് ലക്ഷ്യമാക്കി ഞാനും പാളം ക്രോസ് ചെയ്യുകയാണ്. വൃത്തിയും ഭംഗിയും പ്രൊഫഷണലിസവും ഒന്നുമില്ലാത്ത ഒരു സ്റ്റേഷൻ. സ്റ്റേഷൻ ബിൽഡിങ്ങിന്റെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നു.
തിരക്കേടില്ലാത്ത ഒരു കെട്ടിടം. ഇതിനുള്ളിൽ റെസ്റ്റോറൻറ്റും ഷോപ്പുകളുമെല്ലാം ഉണ്ട്. സ്റ്റേഷന് മുന്നിൽ നിൽക്കുമ്പോൾ അങ്ങകലെ ഒരു കുന്നിൽ സിബിയുവിൻ്റെ ഡൗൺ ടൗൺ കാണാം. കെട്ടിടങ്ങൾക്കെല്ലാം മീതെ പള്ളിഗോപുരം. സ്റ്റേഷനടുത്തു നിന്നും ടാക്സി വിളിക്കാമെന്ന തീരുമാനം മാറ്റി ഡൗൺ ടൗൺ വരെ നടക്കാം. അവിടെ ചെന്നിട്ട് തീരുമാനിക്കാം ഈ നഗരത്തിലെ യാത്രകൾ.